ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബുഗ്വേ ചാനൽ. മൊത്തത്തിൽ ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഒരു നിർവികാരിത പടം, അതാണ് കാട്ടാളൻ. ആന്റണി വർഗീസ് പെപ്പെ നായകനായി പോൾ ജോർജ് ആണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. ക്യൂബ്സ് എന്റർടൈൻമെന്റ് ബാനറിൽ ഷെരീഫ് മുഹമ്മദ് ആണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. മാർക്കോ പ്രൊഡ്യൂസ് ചെയ്തതും ഷെരീഫ് മുഹമ്മദ് തന്നെയാണ്. മാർക്കോ സിനിമയിലെ ക്യാരക്ടേഴ്സിനെ ഈ സിനിമയിൽ ഉൾപ്പെടുത്തി അല്ലു അർജുന്റെ ഒരു പുഷ്പ സിനിമയിലെ സ്റ്റോറി ബേസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യവും ഇതിൽ ഉൾപ്പെടുത്തിയെടുക്കുന്ന ഒരു സ്പൂഫ് പടം തന്നെയാണ് കാട്ടാളൻ എന്ന കാട്ടപരാധം. സിനിമയിൽ കാട്ടാളനിൽ അതേ മാർക്കോയിലെ അതേ ക്യാരക്ടേഴ്സിനെ കൊണ്ടുവരിക. ഒരു പുഷ്പ കഥ പോലെ തന്നെയാണ് ഈ പടം. നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പുഷ്പയിൽ ഈ ചന്ദനക്കടത്താണെങ്കിൽ ഇതിൽ ആന കൊമ്പുകൾ, ആനയുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറിയാണ് വരുന്നത്. അത് നിങ്ങൾക്ക് ട്രെയിലറിൽ തന്നെ മനസ്സിലായി കാണും. ആനയെ ഒരുപാട് ഉപദ്രവിക്കുന്നതും ആന കൊമ്പും കാര്യങ്ങളുമായിട്ട് ഒരുപാട് കാണിക്കുന്നുണ്ട്. ആൻഡ് ഈ പടത്തിൽ എന്തുകൊണ്ടാണ് ആന്റണി വർഗീസ് ഇങ്ങനെ കല്ലുപോലെ നിന്നുപോയത് എന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട്. കാരണം പുള്ളിയുടെ ഒരു മാസ് അപ്പീലുകൾ നമ്മളിപ്പോൾ അങ്കമാലി ഡയറീസ് ആയാലും അജഗജാന്തരായാലും RDX ആയാലും നമ്മൾ കണ്ടതാണ്. ആ ഒരു മാസ് അപ്പീല് അല്ലെങ്കിൽ ആ ഒരു ദേഷ്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ബട്ട് ഈ സിനിമയിൽ പുള്ളി അഭിനയിച്ചപ്പോൾ പുള്ളി അഭിനയിക്കുകയാണോ അതോ സ്റ്റക്കായിട്ട് നിൽക്കുകയാണോ എന്ന് എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ആ ഒരു ഇമോഷൻസ് ഒന്നും അറ്റാച്ച് ആവുന്നില്ല. ചുമ്മാ ഇങ്ങനെ തടി കഷ്ണം വന്നിങ്ങനെ നിൽക്കുപോലെ എന്തോ കാണിച്ചിട്ട് പോവുകയാണ് ആന്റണി വർഗീസ്. ആൻഡ് ഇതിൽ വരുന്ന മറ്റു കഥാപാത്രങ്ങളുണ്ട്. ജഗദീഷൊക്കെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ബട്ട് സ്റ്റോറി ആ ഒരു ലെങ്തി ആയിട്ടോ അല്ലെങ്കിൽ ആ സ്റ്റോറി ഒരു പ്ലാൻഡ് ആയിട്ടോ വരുന്നില്ല. അതുകൊണ്ട് ആ സിനിമയിൽ മൊത്തം പാളിച്ചയാണ്. ആൻഡ് കബീർ ദുഹാൻ സിംഗിന്റെ വില്ലനിസം നോക്കിയാലും ആ ഒരു സൈറസിനെ കണ്ടതുകൊണ്ടായിരിക്കാം, മാർക്കോലെ സൈറസിനെ കണ്ടതുകൊണ്ടായിരിക്കാം ആ ഒരു ലെവലൊന്നും തോന്നിയില്ല. എന്തോ പോലെ പുള്ളിയും ചെയ്തിട്ട് പോയി. പിന്നെ ദുഷറ വിജയനൊക്കെ എന്തിനാണ് സിനിമയിലെന്ന് ഒരു പിടിയുമില്ല. സിദ്ദീഖിനെയൊക്കെ വലിയ ബിൽഡപ്പിനും കൊണ്ടുവന്ന് അവിടെയും താറുമാറായിട്ട് പോയിട്ടുണ്ട്. ആൻഡ് മൊത്തത്തിൽ ഈ സിനിമയിൽ ആകെ പൈസ കൊടുത്തതിന് ഒരുപാടായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളത് മ്യൂസിക് ഡയറക്ടർ രവി ബസ്രൂർ മാത്രമാണ്. അതായത് പുള്ളി അവിടെ ഇവിടെ അല്ലാതെ തുടക്കം തൊട്ട് അവസാനം വരെ BGM ഇട്ട് അങ്ങ് ഇട്ടിട്ടുണ്ട്. ഫുൾ ടൈം BGM ഇട്ട് കിടന്ന് ചില സമയങ്ങളിൽ ഇവിടെ BGM ആവശ്യമുണ്ടോ എന്ന് വരെ തോന്നിപ്പോകും. കാരണം ചുമ്മാ അങ്ങ് BGM ഇട്ട് തള്ളി ഇവിടെയാണ് ഫുൾ BGM. അങ്ങനെ ആ BGM എങ്കിലും കുറെ ഉണ്ടായിരുന്നു. ആ ഒരു കാര്യം മാത്രമാണ് കുറച്ചെങ്കിലും ആ സിനിമയിൽ ഒരു പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ ഒരു ഉപകാരമായിട്ട് തോന്നിയിട്ടുള്ളത്. ടെക്നിക്കലി നോക്കിയാലും അത്യാവശ്യം എടുത്ത് പറയേണ്ട കാര്യങ്ങളായിട്ടോ ഒന്നുമില്ല. മൊത്തത്തിൽ തന്നെ ഒരു വീക്കസ്റ്റ് പടം, വീക്ക് ഡയറക്ഷൻ, വീക്ക് സ്റ്റോറി, പരിപാടിയും കാര്യങ്ങളൊന്നും വർക്കൗട്ടും ആയിട്ടില്ലായിരുന്നു. ആൻഡ് ഇതിൽ ഈ സിനിമയിൽ അനിരുദ്ധിനെ കൊണ്ടുവരാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അനിരുദ്ധിലേക്ക് സംസാരം ഉണ്ടായിരുന്നു എന്നുള്ളൊരു ടോപ്പിക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഈ പടത്തിന്റെ മ്യൂസിക്കിലേക്ക്. അത് എത്രമാത്രം കറക്റ്റാ ഇല്ലയോ എന്നൊന്നും അറിയില്ല. അങ്ങനെ നിങ്ങൾക്ക് അത് ഒരു കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ അത് നിങ്ങളൊന്ന് കമന്റ് ചെയ്തേക്ക്. ആൻഡ് നിങ്ങൾക്ക് സിനിമ കണ്ട് എങ്ങനെ തോന്നി എന്നുള്ളത് മറക്കാതെ തന്നെ കമന്റ് ചെയ്തേക്ക്. മൊത്തത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല. കാരണം കുറച്ച് പ്രതീക്ഷിച്ചു, കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്നും വിചാരിച്ചു, എക്സ്പെക്ട് ചെയ്തു, ഒന്നുമില്ല. ഒരു ക്രെഡിറ്റ് സീനും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബിൽഡപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു സിനിമയ്ക്ക് മുമ്പൊക്കെ. ഇത് എന്തിന്റെ ക്രെഡിറ്റ് സീനാണ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇവിടെ തന്നെ ഒരു യൂണിവേഴ്സും കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്തിട്ട് ഒരു കാര്യം നടക്കാതെ പോകുമ്പോൾ ഇനി പുതിയൊരു യൂണിവേഴ്സിലേക്ക് ഈ യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ യൂണിവേഴ്സിലേക്ക് കയറ്റുക എന്ന് പറയുന്നത് തന്നെ അത്യാവശ്യം ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള ഇതിലേക്കാണ് വരുന്നത്. ആൻഡ് ഇപ്പൊ നിങ്ങൾ ഇനി തന്നെ ഫേസ്ബുക്കോ ഇൻസ്റ്റഗ്രാമിലൊക്കെ നോക്കുമ്പോൾ ഉണ്ണിമുകുന്ദൻ ഒരു കമന്റും പോസ്റ്റും ഇട്ടൊക്കെ വരാം. ഓനെ കൊണ്ടൊന്നും പറ്റൂല സാറേ, ഓനെ കൊണ്ടൊന്നും ഇത് നടക്കൂല സാറേ എന്നുള്ളൊരു കമന്റും കാര്യങ്ങളൊക്കെ വരാം. കാരണം നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടാണ് ഐ ഗോ ഫോർ സോളോ എന്നൊക്കെ പറഞ്ഞ് ഉണ്ണിമുകുന്ദൻ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഇട്ടപ്പോൾ എല്ലാവരും ഇവൻ എന്തോന്ന് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മൊത്തത്തിൽ കാട്ടാളൻ ഈസ് എ കാട്ടപരാധം. നിങ്ങൾക്ക് എങ്ങനെയാണെന്നും ഒന്നും കൂടെ കമന്റ് ചെയ്തേക്ക്. പിന്നെ നിങ്ങൾക്ക് തല വയ്ക്കണം, നിങ്ങൾക്ക് പോയി കണ്ടേ മതിയാവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോയി കാണാം, വേറെ വിഷയമൊന്നുമില്ല. അപ്പൊ ഇനിയും ഇതുപോലുള്ള മൂവി റിവ്യൂസ് ആയിട്ട് വരാം. അപ്പൊ ഇനിയും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തോ, ലൈക്ക് ചെയ്തോ, കമന്റ് ചെയ്തോ, ഷെയർ ചെയ്തോ, ഫ്രണ്ട്സുമായിട്ട് റെക്കമെൻഡ് ചെയ്തോ, ഹൈപ്പ് ചെയ്തോ. അപ്പൊ ഗൈസ്, ബൈ ബൈ.